നമസ്കാരം. മീഡിയ4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന മുൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സൈബർ ആക്രമണമെന്ന ആരോപണം. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ബിജെപി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. യുവതിയെ പീഡിപ്പിച്ചതായ കേസിൽ ഒളിവിലായ MLA-യെ കണ്ടവരുണ്ടോ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു പ്രതിഷേധം. ചേർപ്പ് തിരുവിളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഞായറാഴ്ച മഹാത്മ്യ ചടങ്ങോടെയാണ് യജ്ഞം തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന മുൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സൈബർ ആക്രമണമെന്ന് ആരോപണം. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ബിജെപി. കോൺഗ്രസ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തിനെതിരെയാണ് സൈബർ ആക്രമണം നടക്കുന്നതായി പറയുന്നത്. ബിജെപിയിൽ ചേർന്ന സുജീഷ കള്ളിയത്ത് നിലവിൽ ചേർപ്പ് ബ്ലോക്ക് ഡിവിഷൻ NDA സ്ഥാനാർത്ഥിയാണ്. ഇവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ തോതിലാണ് അപവാദങ്ങൾ ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ, ഫ്ലക്സ് ബോർഡുകൾ എന്നിവയിലും ഇവർക്കെതിരെ അസഭ്യ പ്രചാരണവും നടക്കുന്നതായി പറയുന്നു. പണം വാങ്ങിയാണ് താൻ ബിജെപിയിൽ എത്തിയതെന്നും വീടും ബാങ്കിലെ കടബാധ്യത തീർക്കലും തുടങ്ങിയ വാഗ്ദാനങ്ങൾ തനിക്ക് ലഭിച്ചതായി വ്യാജ ആരോപണങ്ങളും ഉയരുന്നുവെന്ന് സുജീഷ പറഞ്ഞു. കുറേ ദിവസങ്ങളായി സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിലും മറ്റും വന്നിരുന്ന കാര്യങ്ങളെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലക്ഷങ്ങളുടെ കണക്ക് കൂടി വരുന്ന സാഹചര്യമാണ്. അതുപോലെ ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന എൻ്റെ ലോൺ ഭാരതീയ ജനതാ പാർട്ടി അത് ജപ്തി ഒഴിവാക്കി, അതിൽ നിന്ന് ഒഴിവാക്കിയെന്നും അതുപോലെ പെരുമ്പളിശ്ശേരിയിൽ അതുപോലെ ഊരകത്തൊക്കെ എനിക്ക് വീട് വാങ്ങി തന്നിട്ടുണ്ടെന്നൊക്കെയാണ് ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിഷമം തോന്നുന്ന സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് കൂടിയാണ്. അതിലേറെ വിഷമകരമായ ഒരു സംഗതി ഉണ്ടായത്, ഞാൻ ഈ പാർട്ടി മാറിയതിനെ തുടർന്ന് എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരെ ഒരു സംസാരം കേട്ടു. അത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ അമ്മയായിട്ട് ആലോചിക്കാതെ, എൻ്റെ കുടുംബമായിട്ട് ആലോചിക്കാതെ ഞാൻ അങ്ങനെയുള്ളൊരു യാതൊരു തീരുമാനങ്ങളും എടുക്കുന്ന ഒരു വ്യക്തിയല്ല. അത് എന്നെ വളരെയധികം വേദനിപ്പിച്ചൊരു സംഭവമാണ്. എവിടെ നിന്നാണ് ഇങ്ങനൊരു ഇത് കിട്ടിയതോ എന്നും എനിക്കറിയില്ല. പക്ഷെ ആ രീതിയിൽ വരെ ആരോപണങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ മാറിയപ്പോഴാണ് ഇങ്ങനൊരു തുറന്നു പറച്ചിൽ ആവശ്യമുണ്ട് എന്ന് തന്നെ തോന്നിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതായും കുപ്രചരണമുണ്ടായി. 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നപ്പോഴാണ് ചേർപ്പിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ വിമർശനം ഉയർന്നത്. കോൺഗ്രസ് പാർട്ടിയിലുള്ളവരാണ് വ്യക്തിഹത്യയും സൈബർ ആക്രമണവും നടത്തുന്നത്. ഇതിനെതിരെ ചേർപ്പ് SHO, വനിതാ കമ്മീഷൻ എന്നിവർക്ക് തെളിവ് സഹിതം പരാതി നൽകിയതായി BJP ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ഹരിപ്രസാദ് മേനോൻ, മണ്ഡലം പ്രസിഡന്റ് V. ശ്രീരജ്, സുജീഷ കള്ളിയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്തരത്തിൽ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ത്രീക്ക് നേരെ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നത് ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നാൾക്ക് നാൾ കൂടി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. വലിയ അപവാദ പ്രചരണങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ അമ്മ ആത്മഹത്യക്ക് മുതിർന്നു, മറ്റേ ലോൺ എടുത്തു കൊടുക്കുന്നു, BJP-ക്കാർ പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു തുടങ്ങിയിട്ടുള്ള കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നു. അതുപോലെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വർത്തമാനം അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നു. 8-ാം വാർഡിലും 7-ാം വാർഡിലുമൊക്കെ BJP പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിലും പോസ്റ്റേഴ്സിലൊക്കെ തെറിവാക്കുകളും അശ്ലീല പദങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള എക്സ്റ്റെൻറ്റിലേക്ക് ഇത് മാറിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഒരു നിയമ നടപടിയുമായിട്ട് മുന്നിലോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ഒരുപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാന ആളുകൾ പാർലമെൻ്ററി സംവിധാനത്തിലിരുന്നതും സംഘടനാ സംവിധാനത്തിലിരുന്നിട്ടുള്ള പല ആളുകളും രാഷ്ട്രീയ പാർട്ടി മാറി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്.
ചില ഒറ്റപ്പെട്ട സംഭവം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും മറ്റ് സംഘടനകളിൽ പോയിട്ടുള്ള കാര്യവും നമ്മൾ ഈ അടുത്ത് കണ്ടു. ഏറ്റവും അടുത്ത് ചേർപ്പ് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, അതിന് തൊട്ടു മുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന സുജിഷ കളിയത്ത് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു. പാർട്ടി ഇരുകൈയും നീട്ടി അവരെ സ്വീകരിക്കുന്നു. ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ സൈബർ ആയിട്ടുള്ള പ്രവർത്തകർ, സൈബർ വിങ് വളരെ മോശമായ രീതിയിൽ അവരെ അപമാനിക്കുകയും, അതിന് തൊട്ട് മുമ്പ് ലീഡറുടെ മകൾ പത്മജേച്ചി പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു സംരക്ഷണമോ സുരക്ഷിതത്വമോ കൊടുക്കാത്ത ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ പ്രബലനായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ കെ കരുണാകരൻ്റെ മകൾ പോലും പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ DYFI പ്രതിഷേധം. യുവതിയെ പീഡിപ്പിച്ചതായ കേസിൽ ഒളിവിലായ MLA-യെ കണ്ടവരുണ്ടോ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ കമ്മിറ്റിയാണ് MLA-ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ചേട്ടന്മാരെ നിങ്ങളും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, വിളിച്ചറിയിക്കുക. 100-ൽ വിളിച്ചാൽ മതി. പിടിയിട്ട പുള്ളിയാണ്, ഒളിവിലാണ്, റേപ്പിസ്റ്റാണ്. സഹായം തേടിച്ചതൊരു യുവതിനെ പീഡിപ്പിച്ച് ഗർഭം നടത്തുക, ഇതാണ് അവന്റെ പരിപാടി. സൂക്ഷിക്കട്ട. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഒരു മിനിറ്റ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു ബലാത്സംഗയുടെ പടാണിത്. ഓക്കെ, ഗർഭചിത്രം നടത്തലാണ് ഇവന്റെ തൊഴില്. സൂക്ഷിക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഓക്കെ, പാലക്കാടിന്റെ MLA ആണ്. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ചേട്ടന്മാരെ ഒളിവിലാണ്, കാണാനില്ല, വാണ്ടഡ് ക്രിമിനലാണ്. അപ്പൊ സൂക്ഷിക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, പ്രസിഡന്റ് ജിതിൻ ദാസൻ, ട്രഷറർ AM അഭിഷേക്, CI ഷംനാസ്, CD അജിൽ, VR മനു, UM രോഹിത്, ഉല്ലാസ് K ഉണ്ണികൃഷ്ണൻ, CS അഭിനവ്, NS വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. കേരള സമൂഹത്തിന് തന്നെ വളരെ മാനക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA നടത്തിയിട്ടുള്ള പീഡന കേസുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം പിടികൊടുക്കാതെ ഒളിവിൽ പോയിരിക്കുകയാണ്. ഗർഭചിത്രം നടത്തുകയും അതുപോലെ തന്നെ കൊലപാതകിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്കും ഈ സമൂഹത്തിന് വളരെയധികം മാനക്കേടാണ് ഉണ്ടാക്കുന്നത്. അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് DYFI ഇന്നിവിടെ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ചേർപ്പ് തായകുളങ്ങര പരിസരത്ത് സംഘടിപ്പിച്ചത്. നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം എന്ന് മാത്രമാണ് DYFI ഈ വിഷയത്തിൽ പറയാനുള്ളത്. ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഞായറാഴ്ച മാഹാത്മ്യ ചടങ്ങോടെയാണ് യജ്ഞം തുടങ്ങിയത്. പുത്തില്ലം മധു നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പാലോന്നം നാരായണൻ നമ്പൂതിരി സഹ ആചാര്യനും കപ്ലിങ്ങാട്ട് കൃഷ്ണൻ നമ്പൂതിരി പൂജ നിർവഹിക്കുകയും ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ സ്വീകരിച്ച് ആനയിച്ചു. ദേവസ്വം പ്രസിഡന്റ് ദേവൻ സോമയാജിപ്പാട്, PK ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സപ്താഹനിധി ഹുണ്ടിക സമർപ്പണം നടന്നു. ഈ മാസം 7-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് സപ്താഹയജ്ഞം സമാപിക്കും. പ്രസാദഊട്ട് മണ്ഡപത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ചേർപ്പ് പഞ്ചായത്തിലെ 17-18 വാർഡുകളുടെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. പടിഞ്ഞാട്ടുമുറി സെന്ററിലാണ് ഓഫീസ് തുറന്നത്. ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി CK വിനോദ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. എന്നിവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനായി നമ്മളിന്നിവിടെ ഓഫീസ് തുറന്നിരിക്കുകയാണ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, നാം ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നാമെല്ലാം ദിനംപ്രതി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. ഒരു രാഷ്ട്രീയമായ ഒരു പ്രസംഗത്തിന് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ നമ്മൾ ഇവരും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും വായിച്ചറിയുന്ന ആളുകളാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവും. ഈ തെരഞ്ഞെടുപ്പിൽ
നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാനായിട്ട് വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. 10 വർഷം തികയ്ക്കാൻ പോകുന്ന ഈ സംസ്ഥാന സർക്കാർ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് ഈ 9 വർഷക്കാലം ജനങ്ങളെ ദ്രോഹിക്കുന്ന, ഇത്രമാത്രം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. തൊട്ട എല്ലാ കാര്യത്തിലും അഴിമതി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ സർക്കാർ ഇതുപോലെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കടക്കം ആയിരക്കണക്കിന് രൂപ നമ്മൾ കടക്കാരനായിട്ടാണ് ഇന്ന് ജനിച്ചു വീഴുന്നത്. DCG എക്സിക്യൂട്ടീവ് അംഗം KK അശോകൻ അധ്യക്ഷനായി. KK കൊച്ചുമുഹമ്മദ്, CN ഗോവിന്ദൻകുട്ടി, KM അബ്ദുൽ വഹാബ്, K രാമചന്ദ്രൻ, KS സുധീർ, PM അലിയാർ, കബീർ, CM കരീം, KG മണികണ്ഠൻ, ദിവ്യ സന്തോഷ്, ഷെഫീഖ് കൊട്ടാരത്തിൽ, സ്ഥാനാർത്ഥികളായ PS ഫൈസൽ, മജീദ് മുത്തുള്ളിയാൽ, M സുജിത് കുമാർ, ഷൈഫിദ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് മറിഞ്ഞ് അപകടത്തിൽ ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നിമറിഞ്ഞായിരുന്നു അപകടം. ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ട് പറമ്പിൽ നജീബിന്റെ മകൻ മുഹമ്മദ് അദ്നാനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവരെ എക്സ് പ്രവർത്തകരാണ് കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ BCom 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് എത്തി നിൽക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലാണ്. 17ാം വാർഡിൽ ഈ കുറി മത്സരം കനത്ത ഒരു മത്സരം തന്നെ നടക്കുമെന്ന് മീഡിയ ഫോർ നേരത്തെ പറഞ്ഞിരുന്നു. നിലവിൽ സിറ്റിംഗ് സീറ്റാണ് LDFന്റെ. അത് പിടിച്ചെടുക്കുവാനാണ് UDF ശ്രമിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വാശിയേറിയൊരു മത്സരം തന്നെയാണ് 17ാം വാർഡിൽ നടക്കുക തന്നെ ചെയ്യാം. ഈ കുറിയും LDF മറുത്തൊന്നും ചിന്തിച്ചിട്ടില്ല. മുൻ മെമ്പർ തന്നെ, മുന്നേ 5 വർഷത്തെ ഉണ്ടായിരുന്ന ആ വാർഡ് മെമ്പർ തന്നെയാണ് പടക്കളത്തിലേക്ക് വീണ്ടും LDF ഇറക്കിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുകയാണ്. ജനിജി, നമസ്കാരം. നമസ്കാരം. എങ്ങനെ ഉണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു തിരക്കൊക്കെ? ഇപ്പോൾ നല്ല ചൂട് പിടിച്ച തിരക്കിലാണ്. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഇപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു. 3ാമത്തെ റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരെയും നേരിട്ട് കണ്ട് നമ്മൾ ഇത്രയും കഴിഞ്ഞ ഈ 5 വർഷക്കാലം നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് എല്ലാവരോടും നേരിട്ട് കണ്ട് അവർ അനുഭവിച്ചറിഞ്ഞവരാണ് എൻ്റെ വാർഡിലെ ജനങ്ങൾ. അവർ അത് മുഴുവനും എനിക്ക് വോട്ടായി മാറുന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി 10 വാർഡുകളോളം നമ്മൾ സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10-12 വീട് പണി തീർന്നു. അതുപോലെ തന്നെ നമ്മൾ MLA വഴി ചികിത്സാ സഹായം നമുക്ക് നമ്മുടെ വാർഡിൽ നിരവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വാർഡിനകത്ത് 5 വർഷക്കാലം നിന്നിട്ടുള്ളത്. 22 കുടുംബശ്രീയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഇപ്പോൾ 19 കുടുംബശ്രീയിൽ എത്തി നിൽക്കുകയാണ്. അവരെല്ലാവരും നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് വീണ്ടും എന്നെ സ്ഥാനാർത്ഥിയിലേക്ക് നിർദ്ദേശിക്കാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ 17ാം വാർഡ് എന്നോടൊപ്പം നിൽക്കും എന്നുള്ള നല്ല ദൃഢനിശ്ചയം എനിക്കുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവുകളും ഞങ്ങൾ നേരുകയാണ്. ഒരു 5 വർഷത്തെ വികസന നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അടുത്ത ഒരു 5 വർഷത്തേക്ക് വീണ്ടും ജയിച്ചു വരുമ്പോൾ എന്തെല്ലാമാണ് വികസന പ്രവർത്തനം മനസ്സിൽ കാണുന്നത്? ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നിരവധി റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷനിൽ നമുക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് സീറ്റ് ലൈറ്റ് കൊടുത്ത് വെളിച്ചം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ റോഡുകളും അതോടൊപ്പം ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് റോഡുകളും കൂടി ബാക്കിയുണ്ട്. ആ റോഡുകളും കൂടി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറും. അതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിലും കൂടിയും കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ കുറച്ച് നമ്മുടെ മഴക്കാലത്ത് നമുക്ക് അറിയാം സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് അതിലേക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിരുന്നോ? നല്ല രീതിയിൽ തന്നെ അവരെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റി അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം
ഒപ്പം നിന്നിട്ടുണ്ട്. 70 ദിവസത്തോളമാണ് ഈ പ്രാവശ്യം ക്യാമ്പിൽ നമ്മുടെ വാർഡിലുള്ള 2-3 കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഇനി ആലോചിച്ചിട്ടുള്ളത്, ഞങ്ങൾ ജയിച്ചു വന്ന് ഞങ്ങൾക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ നമ്മുടെ JBS സ്കൂൾ കുട്ടികളുടെ പഠനം മുടക്കിയിട്ടുള്ള ഒരു ക്യാമ്പല്ല ഞങ്ങളുടെ മനസ്സിൽ. അതിനു ഉപരി ഞങ്ങൾ അതിനൊരു സംവിധാനം കണ്ടെത്തി നമുക്ക് നമ്മുടെ വാർഡുകളിൽ വരുന്ന വെള്ളം കയറി വരുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങാത്ത രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനാണ് ഇപ്പം ഞങ്ങൾ LDF ആലോചിച്ചിട്ടുള്ളത്. എന്തിനാണെങ്കിലും 5 വർഷത്തെ ഭരണ മികവ്, ഭരണ നേട്ടങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച്, അതായത് ഈ വാർഡിൽ ചെയ്ത സമഗ്ര വികസനമെല്ലാം ഉയർത്തിക്കാട്ടി തന്നെയാണ് ഈ കുറിയും LDF മുന്നോട്ട് ഒരുപിടി സഞ്ചരിക്കുന്നത്. എന്തിനാണെങ്കിലും മീഡിയ ഫോർ എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. നിലവിലുള്ള ആ ഒരു സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തുവാനാണ് LDF ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ 2, 3, 4 ഘട്ടങ്ങളിലൊക്കെ ഓരോ വീടുകളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നല്ലൊരു അഭിപ്രായം തന്നെയാണോ ആളുകളുടെ ഭാഗത്തുനിന്ന്? അതെ, വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും എന്നെ സ്വീകരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയേണ്ടായി, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന്. നമ്മളോട് ഈ 5 വർഷത്തെ കാലത്ത് നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മളോട് നല്ല സപ്പോർട്ടോടു കൂടി നിൽക്കുന്നത്. എന്തായാലും ഈ വാർഡിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. LDFിൻ്റെ ഒരു ആത്മവിശ്വാസം വലിയ തോതിൽ തന്നെയാണ്. ഈ പറയുന്ന ഈ വാർഡിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങൾ നടത്തിയത് തന്നെ ഈ കുറിയും വോട്ടർമാർ അത് മനസ്സിലാക്കി വോട്ടായി മാറുമെന്നാണ് LDF ക്യാമ്പിലെ 100% വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. മറ്റൊരു പഞ്ചായത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കണ്ടുമുട്ടാം. സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. 2, 3, 4 ഘട്ടങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിൽ തന്നെയാണ് മിക്ക സ്ഥാനാർത്ഥികളും. ചേർപ്പിലും പാറളത്തും അവണിശ്ശേരിയിലും വല്ലച്ചെറിയിലും എല്ലാം ഈ കുറി ശക്തമായൊരു മത്സരം തന്നെയാണ് നടക്കുന്നത്. ആദ്യം ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ചേർപ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ചേർപ്പ് ഡിവിഷനിലെ ചേർപ്പുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ഏറെ വാർത്താ പ്രാധാന്യവും ഏറെ ചർച്ചാ വിഷയമൊക്കെ ആയ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലെ ഒരു താരം തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുജീഷ് ചേച്ചിയാണ്. സുജീഷ് ചേച്ചി അത് തന്നെ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ മാമാങ്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പ് വൈസ് പ്രസിഡന്റ്, വീണ്ടും പ്രസിഡന്റ് പദവി, ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ഇതിലേക്ക് വന്നതിൻ്റെ ഒരു ഘടകം ഒന്ന് ചുരുക്കി പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഈ മുഖം പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് ജോബി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 10 വർഷമായി ഈ രംഗത്ത് പരിചയമുള്ള ഒരു ആൾ തന്നെയാണ്. ഒത്തിരി വിഷമതകൾ നേരിട്ടതിനെ തുടർന്നാണ് ഭരണസമിതിയിലും അല്ലെങ്കിൽ പാർട്ടിയിലും ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ഇനി മത്സര രംഗത്തേക്ക് എന്നല്ല, രാഷ്ട്രീയത്തിൽ തന്നെ തുടരുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് മാറി നിന്നതാണ്. ആ സമയത്താണ് ഇങ്ങനൊരു വ്യക്തി മാറി നിൽക്കേണ്ട ഒരാളല്ല, തീർച്ചയായും ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ക്ഷണമുണ്ടായത്. ഒരുപാട് തവണ നിരസിച്ച് നോക്കിയതാണ്. പിന്നീട് അവരുടെ ഒരുപാട് ആശയങ്ങൾ അവർ പങ്കുവെക്കുകയുണ്ടായി. തീർച്ചയായും ആ ആശയങ്ങൾ നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യതയാണ്, തീർച്ചയായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് തോന്നിയതിനെ തുടർന്ന് അതിൻ്റെ ഒരു ഭാഗമാകാനും അതിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതും ഒരു ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഒരു മാറ്റം ഉണ്ടായത്. ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഈ ചേർപ്പ് ഡിവിഷനിൽ 6, 7, 8, 20, 21 5 വാർഡുകളാണ് ഈ ചേർപ്പ് ഡിവിഷനിൽ പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരുവിധം വാർഡുകൾ 3-4 വാർഡുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരുവിധം ഭാഗത്തു നിന്നെല്ലാം നല്ല റെസ്പോൺസാണ് ലഭിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഒരു മാറ്റം അനിവാര്യതയാണെന്ന് തന്നെ പലരും പറയുകയുണ്ടായി.
എന്നും ഒരേ ഇതിൽ നിന്നും ചേർപ്പിനൊരു വികസനം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ആ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യകതയാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. ചേർപ്പുകാർക്ക് സുപരിചിതമായ വ്യക്തിത്വത്തെക്കാൾ അപ്പുറം ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ 10 വർഷം മികച്ച ഒരു സ്ഥാനത്തിൽ തന്നെ ജനങ്ങൾക്ക് സേവിച്ച ഒരു വ്യക്തിത്വമാണ്. അത് തന്നെ ഒരു മുതൽക്കൂട്ടായി ഈ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ വിജയിച്ചാൽ ജനങ്ങൾക്ക് ജനകീയമായ ഒരുപാട് പദ്ധതികളിലേക്ക് പോകുവാനുള്ള ആർജവമുള്ളൊരു വ്യക്തിത്വത്തെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കുറി കളത്തിലിറക്കിയിരിക്കുന്നത്. ഈ ഒരു അനുഭവ സമ്പത്ത് യഥാർത്ഥത്തിൽ ഗുണപ്രദമായി മാറില്ലേ? തീർച്ചയായും ഈ ഒരു 10 വർഷം ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ രാഷ്ട്രീയമായ ഒരു ചുവടുമാറ്റം ഒരിക്കലും എൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല. വളരെ സത്യസന്ധമായി തന്നെ ആത്മാർത്ഥമായി തന്നെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. അവരോടൊപ്പം അവരിലൊരാളായി ഞാനും ഉണ്ടാകും എന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സ്ഥാനാർത്ഥി പര്യടനത്തിനൊപ്പം തന്നെ ഈ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്കൊക്കെ സ്വീകാര്യമായ ഒരു വ്യക്തിത്വം തന്നെയാണ്. എങ്ങനെയാണ് ആളുകളുടെ പ്രത്യേകിച്ച് വോട്ടർമാരുടെ ഒരു ഫീഡ്ബാക്ക്? ഭൂരിഭാഗം വീടുകളിലും ചെല്ലുമ്പോൾ ഇത് നേരത്തെ വേണ്ടതായിരുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അനിവാര്യത തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരുടെ ഭാഗത്തു നിന്നും കിട്ടിയ ഒരു അനുഭവം. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ടീം മീഡിയ 4 നേരുകയാണ്. പ്രത്യേകിച്ച് ചേർപ്പുകാർക്ക് ഈ കുറി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടക്കളത്തിൽ ശക്തമായൊരു മത്സരം തന്നെയായിരിക്കും ബ്ലോക്കിൽ മാറ്റുരയ്ക്കുക. പ്രത്യേകിച്ച് അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞ പോലെ തന്നെ സുപരിചിത വ്യക്തിത്വത്തെക്കാൾ അപ്പുറമായിട്ട് പല പ്രവർത്തനങ്ങളിലും നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ബ്ലോക്കിൻ്റെ ഈ ഒരു ഡിവിഷനിൽ മികച്ച വികസന പ്രവർത്തനങ്ങളിലേക്കൊക്കെ തുടക്കം കുറിക്കുവാനും പോകുവാനുമൊക്കെ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ഇനി വോട്ടർമാരും കൂടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വോട്ടായിട്ട് മാറിയാൽ സുജീഷ വീണ്ടും ഇവിടെ ചരിത്രം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. മറ്റൊരു ചരിത്രത്തിലേക്ക് വഴി തുറക്കട്ടെ. തീർച്ചയായും. താങ്ക് യു. എന്തായാലും ഞങ്ങൾ മറ്റുള്ള സ്ഥാനാർത്ഥികളൊപ്പം സഞ്ചരിക്കുകയാണ്. ഓരോ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും സ്ഥാനാർത്ഥികൾക്കൊപ്പം മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം കണ്ടുമുട്ടാം. ലോക എയ്ഡ്സ് ദിനാചരണവുമായി കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് പബ്ലിക് സ്കൂളിലെ യുവ ആൻഡ് ടൂറിസം ക്ലബ് വിദ്യാർത്ഥികളാണ് എയ്ഡ്സ് ദിനാചരണം ഒരുക്കിയത്. ഫ്ലാഷ് മോബ് അവതരണത്തോടെയാണ് എയ്ഡ്സ് ദിനാചരണം നടത്തിയത്. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലായിരുന്നു പരിപാടി. ഫ്ലാഷ് മോബിനൊപ്പം ബോധവൽക്കരണവും സംഘടിപ്പിച്ചിരുന്നു. എയ്ഡ്സിനെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെല്ലാം അകറ്റി നിർത്താമെന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരുന്നു ബോധവൽക്കരണം. അധ്യാപകരായ പ്രിയ, നീതു, രേഷ്മ, ശീതൾ, ലിൻഡോ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചുവപ്പ് ടീ-ഷർട്ടുകൾ ധരിച്ച കുട്ടികളുടെ ഫ്ലാഷ് മോബ് അവതരണം ഏറെ വർണ്ണാഭമായി. ഹോണടിച്ചതിന്റെ പേരിലുണ്ടായ തർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റു. തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം. മുണ്ടൂർ സ്വദേശി ബിനീഷ്, മകൻ അഭിനവ്, സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. മുണ്ടൂരിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനായ കേച്ചേരി സ്വദേശി കൃഷ്ണ കിഷോർ ആണ് 3 പേരെയും ആക്രമിച്ചത്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. 2 ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത്. കൃഷ്ണകിഷോറും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. കൃഷ്ണകിഷോർ ഓടിച്ച ബൈക്കിന് പിന്നാലെ വന്നത് അഭിനവും ബിനീഷുമായിരുന്നു. അഭിനവ് 2 തവണ ഹോണടിച്ചതിൽ ഇയാൾ പ്രകോപിതനാകുകയായിരുന്നു. ഓവർടേക്ക് ചെയ്തു പോയ ഇവരെ കൃഷ്ണകിഷോർ ബുള്ളറ്റിൽ വന്ന് തടഞ്ഞു നിർത്തുകയും വാക്കേറ്റം ഉണ്ടാവുകയുമായിരുന്നു. ഇതിനിടെ കൃഷ്ണകിഷോർ കത്തിയെടുത്ത് അഭിനവിനെയും അച്ഛൻ ബിനീഷിനെയും അഭിജിത്തിനെയും കുത്തുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം മറ്റൊരു സുഹൃത്തിന്റെ കാറിലാണ് പ്രതി കടന്നുകളഞ്ഞത്. പേരാമംഗലം പോലീസ് പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്.
ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ആർ രാഖി ഉദ്ഘാടനം ചെയ്തു. NSS യൂണിറ്റ് കോർഡിനേറ്റർ KN ബിന്ദു അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS അനീഷ്, AS റാബിദ, KS ആനന്ദ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജിൻസി V ബിന്ദു, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ ശ്രീദേവി S മേനോൻ, ഫാഷിയ, ദീപ, അധ്യാപകരായ KS എബി, റഷീദ് എന്നിവർ നേതൃത്വം നൽകി. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് അംഗങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റ്, NSS യൂണിറ്റ് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് എന്നിവ എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചേർപ്പ് പെരുവനം സ്വദേശി ചേറൂർ രാമൻ കണ്ടത്ത് മാരാത്ത് വീട്ടിൽ പരമേശ്വരൻ മാരാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ചേർപ്പ് തായംകുളങ്ങര സുബ്രഹ്മണ്യ ക്ഷേത്രം അടിയന്തരക്കാരനായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പെരുവനം മാരാത്ത് വീട്ടിൽ പരേതയായ സൗദാമിനി വാരസ്യ. മേളപ്രവാണി പെരുവനം ശങ്കരനാരായണൻ മാരാർ മകനും ഗീത മരുമകളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,905 രൂപ, പവന് 95,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന മുൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സൈബർ ആക്രമണമെന്ന ആരോപണം. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി BJP. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ചേർപ്പ് തായംകുളങ്ങരയിൽ DYFI പ്രതിഷേധം. യുവതിയെ പീഡിപ്പിച്ചതായ കേസിൽ ഒളിവിലായ MLAയെ കണ്ടവരുണ്ടോ എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു പ്രതിഷേധം. ചേർപ്പ് തിരുവിളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഞായറാഴ്ച മഹാത്മ്യ ചടങ്ങോടെയാണ് യജ്ഞം തുടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.